വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദുആ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അദബുകളെ കുറിച്ചാണ്. നമ്മൾ ഈ ഒരു അദബുകളൊക്കെ പാലിച്ചിട്ട് ദുആ ചെയ്താലേ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ ചാൻസ് ഉള്ള രാവുകളെ കുറിച്ചാണ് പറയുന്നത്. ദുആയാണല്ലോ നമ്മുടെ ശക്തി. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആവുമല്ലോ. അള്ളാഹുവിനോട് എല്ലാം നമുക്ക് നമ്മുടെ താഴ്മയോടെ നമ്മുടെ എല്ലാം അറിയുന്ന റബ്ബിനോട് നമുക്ക് എല്ലാം പറയാൻ പറ്റുന്ന ഒരിതാണ് ദുആ. നമ്മളോട് എന്ത് തെറ്റ് ചെയ്തു പോയാലും മറ്റാർക്കും അറിയാത്തത് അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിനോട് നമുക്ക് തൗബ ചെയ്ത് മടങ്ങാം. അതുപോലെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആഗ്രഹങ്ങൾ നിറവേറാനും ബുദ്ധിമുട്ടുകൾ മാറാനും മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാനും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാനൊക്കെ നമ്മൾ ദുആ ചെയ്യും. ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു അദബുകളൊക്കെ പാലിച്ച് അള്ളാഹുവിനോട് താഴ്മയോടെ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, ഉറപ്പ്. അള്ളാഹു ദുആ ചെയ്യുന്നവരെ വെറും കൈയാലെ മടക്കി വിടില്ല എന്നാണ് കിതാബിലൊക്കെ ഉള്ളത്. ദുആ ചെയ്യുമ്പോൾ ശ്രേഷ്ഠമേറിയ ദിവസങ്ങൾ അറഫ നാള്, പിന്നെ റമളാൻ. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ ദുആ ചെയ്തോളി. നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് പറഞ്ഞോളി. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പോലത്തെ ദിവസങ്ങളും പാതിരാക്ക് ശേഷം പോലത്തെ സമയങ്ങളും തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഫലവത്താണ്. ദുആ ചെയ്യേണ്ട രീതി കിബിലക്ക് മുന്നിട്ട് ആവുക. രണ്ട് കൈകളും തുറന്നു വെച്ച അവസ്ഥയിൽ ഉയർത്തുക. ദുആ തീർന്നാൽ ആ കൈകൾ കൊണ്ട് മുഖം തടവുക. മിതമായ ശബ്ദത്തിലാവുക ദുആ ചെയ്യുന്നത്. സാഹിത്യമോ പ്രാസയിപ്പിക്കലോ ഇല്ലാതെ താഴ്മയോടെയും തന്റെ ഏത് കാര്യത്തിലുള്ള നിസ്സാരതയെയും കഴിവുകേടിനെയും പ്രകടമാക്കുന്ന ഹൃദയത്തോടെയാവുക ദുആ ചെയ്യുന്നത്. ദീർഘമായ ദുആഇനേക്കാൾ 3 തവണ പ്രധാന കാര്യം ആവർത്തിക്കുക. നമ്മളൊരു ആഗ്രഹമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ദുആയില് നമ്മൾ 3 തവണ നമ്മുടെ ഈ ഒരു ആഗ്രഹം അള്ളാഹുവിനോട് പറയണം. ഭക്തിയോടെയും താഴ്മയോടെയും ആവുക ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹംദ് സലാത്ത് കൊണ്ട് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. ദുആക്ക് മുമ്പ് തൗബ ചെയ്യുകയും ആക്രമിക്കപ്പെട്ടവന്റെ വസ്തുക്കൾ തിരിച്ചു കൊടുക്കുകയും പൊരുത്തപ്പെടിക്കേണ്ടവ പൊരുത്തപ്പെടിക്കുകയും ചെയ്യുക. ഇവയെല്ലാം ദുആഇന്റെ അദബുകളാണ്. ഇതൊക്കെ ചെയ്ത് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കും. ദുആ അല്ലാതെ വിധിയെ മാറ്റിമറിക്കുന്ന ഒന്നുമില്ല ഈ ദുനിയാവിൽ. ആപത്തുകളെ തടയാനും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനും ദുആ കാരണമാണ്. സസ്യങ്ങൾക്ക് വെള്ളം എത്ര കൊണ്ട് ആവശ്യമാണോ എന്ന പ്രകാരമാണ് ആവശ്യങ്ങൾ നിറവേറാൻ നമുക്ക് മനുഷ്യർക്ക് ദുആ. ദുആ കൊണ്ട് നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ദുആ ചെയ്തോളി. ദുആക്ക് ഉത്തരം ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ അശ്രദ്ധമായ കൽബിൽ നിന്നുള്ള ദുആ അള്ളാഹു സ്വീകരിക്കില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് അടുത്ത് അള്ളാഹുവിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്യുക. ദുആ ചെയ്യുകയും മനസ്സ് വേറെ എവിടെയെങ്കിലും ചിന്തയും കൊണ്ട് നമ്മൾ ഇരുന്ന് ദുആ ചെയ്താൽ ഒരിക്കലും ആ ദുആക്ക് ഉത്തരം കിട്ടില്ല. ദുആ ചെയ്താൽ നല്ല രീതിക്ക് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടും. ഉത്തരം ലഭിക്കാൻ വൈകിയാൽ ധൃതിപ്പെടരുത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഉത്തരം കിട്ടും. ദുആക്ക് ഉറപ്പായിട്ടും അള്ളാഹു സ്വീകരിക്കും. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ നിസ്കരിക്കുമ്പോൾ ചില സ്ത്രീകള് ചന്ദന പടിയിട്ട് ഇരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, ദിക്റ് ചൊല്ലും. ആ ദുആക്ക് ഉത്തരം കിട്ടില്ല കേട്ടാ. ദുആ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു അദബുകളുണ്ട്. ചന്ദന പടിയിട്ട് ഇരിക്കുന്നത് ദുആ ചെയ്യുമ്പോഴുള്ള നല്ല ശീലമല്ല. ഇത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.